ഒടുവില് പെരുമ്പാവൂരിലെ തെറ്റ് CPM അങ്കമാലിയിലൂടെ തിരുത്തുകയാണല്ലോ. ഇതിലെന്താണ് അഭിരാമിക്ക് തോന്നുന്നത്? CPMന്റെ ഏറ്റവും മികച്ച തീരുമാനങ്ങളിൽ ഒന്നാണ് അങ്കമാലിയിൽ സാജു പോളിനെ മത്സരിപ്പിക്കാനുള്ള തീരുമാനം എന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. നമ്മൾ തന്നെ നവംബർ 7 ചെയ്തൊരു വീഡിയോയിൽ ജനകീയനായിട്ടുള്ള സാജു പോളിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നൊരു അഭിപ്രായം മുന്നോട്ട് വെച്ചിരുന്നതാണ്. ഈ പെരുമ്പാവൂരിലല്ലെങ്കിലും അങ്കമാലിയിലെങ്കിലും സാജു പോളിനെ പരിഗണിച്ചത് എന്തായാലും സ്വാഗതാർഹമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഈ സാജു പോൾ അങ്കമാലിയിൽ മത്സരിക്കുന്ന സ്ഥിതിക്ക് അവിടുത്തെ സിറ്റിംഗ് MLA ആയിട്ടുള്ള റോജി M. ജോൺ ഇനി ശരിക്കും എന്തായാലും വെള്ളം കുടിക്കും. നീണ്ട ഇടവേളയ്ക്ക് ശേഷം അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ വോട്ട് ചെയ്യാനുള്ള അവസരം എന്തായാലും അങ്കമാലിയിലെ CPM അനുഭാവികൾ പാഴാക്കാൻ പോകുന്നില്ല. ഇതിനു പുറമെ സാജു പോളിന്റെ പ്രതിച്ഛായയും ഇടതുപക്ഷത്തിന് തീർച്ചയായിട്ടും ഗുണം ചെയ്യാനാണ് സാധ്യത. ഒരു കാലത്ത് UDFന്റെ കോട്ടയായിരുന്ന പെരുമ്പാവൂരിന്റെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് 2001 35 വയസ്സുകാരനായിട്ടുള്ള സാജു പോൾ കടന്നു വരുന്നത്. 1982 മുതൽ 96 വരെ തുടർച്ചയായിട്ട് 4 തവണ പെരുമ്പാവൂരിൽ നിന്ന് വിജയിച്ച് നിയമസഭയിൽ എത്തിയിട്ടുള്ള PP തങ്കച്ചൻ എന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശക്തനായിട്ടുള്ള നേതാവിനെയാണ് മലർത്തിയടിച്ച് സാജു പോൾ പെരുമ്പാവൂരിൽ ചെങ്കൊടി പാറിച്ചിരുന്നത്. ഈ പെരുമ്പാവൂരിന്റെ മണ്ണിൽ നിന്ന് കേരള നിയമസഭയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ഹാട്രിക് വിജയത്തിന്റെ തുടക്കമായിരുന്നു അത്. ഈ സാജു പോളിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ശരിക്കും കരിനിഴല് വീഴ്ത്തിയത് 2016 അദ്ദേഹത്തിന് എതിരെ ഉയർന്ന തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള ചില ആരോപണങ്ങളായിരുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പരാജയത്തിന് വഴിവെച്ചിരുന്നത്. ഇതോടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മണ്ഡലങ്ങളിലും മികച്ച വിജയം നേടി ഇടതുപക്ഷം ഭരണം നേടിയപ്പോഴും 3 വട്ടം സാജു പോളിന്റെ കൂടെ എന്ന പെരുമ്പാവൂര് അദ്ദേഹത്തെ കൈവിടുകയാണ് ഉണ്ടായിരുന്നത്. കേരളത്തിലെ ഏറെ കോളിളക്കം സൃഷ്ടിച്ച ജിഷ വധക്കേസാണ് സാജു പോളിന്റെ കരിയറിലെ ഒരു വില്ലനായി മാറിയത്. അതാകട്ടെ അദ്ദേഹത്തിന് ഒരു ബന്ധവുമില്ലാത്ത സംഭവത്തിൽ എന്നതാണ് ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. അക്കാലത്ത് നടന്ന രാഷ്ട്രീയ എതിരാളികളുടെ ഹീനമായ പ്രചരണമാണ് തോൽവിയിലേക്ക് നയിച്ചിരുന്നത് എന്നത് രാഷ്ട്രീയ എതിരാളികൾ പോലും സമ്മതിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഈ സാജു പോൾ MLA ആയ മണ്ഡലത്തില് ഒരു പാവപ്പെട്ട നിയമ വിദ്യാർത്ഥിനി ക്രൂരമായി കൊല്ലപ്പെട്ടപ്പോൾ തന്റെ മണ്ഡലത്തിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ജനപ്രതിനിധി എന്ന നിലയിൽ സാജു പോൾ പരാജയപ്പെട്ടു എന്ന തികച്ചും വിചിത്രമായിട്ടുള്ള ആരോപണം പ്രതിപക്ഷവും അതുപോലെ തന്നെ മാധ്യമങ്ങളും ഏറ്റുപിടിച്ചാണ് തെരഞ്ഞെടുപ്പിൽ സാജു പോളിന്റെ തോൽവിക്ക് പ്രധാനമായിട്ടും കാരണമായിരുന്നത്. ഇതിന് വഴിവെച്ചതാകട്ടെ ജിഷയുടെ അമ്മയായിരുന്നു. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയും കോൺഗ്രസ് നേതാവ് ബെന്നി ബെഹനാനും ജിഷയുടെ അമ്മയെ സന്ദർശിച്ചതിന് ശേഷമായിരുന്നു ഇത്തരമൊരു ആരോപണം സാജു പോളിനെതിരെ ഉയർന്നത് എന്നതും എന്തായാലും പറയാതിരിക്കാൻ കഴിയില്ല. ഈ ആരോപണം തെറ്റാണെന്ന് പിന്നീട് പുറത്തു വന്നെങ്കിലും പക്ഷെ അപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് പരാജയം സാജു പോളിനെ തേടി എത്തുകയാണ് ഉണ്ടായത്. 2016 പരാജയത്തിന് ശേഷം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പില് CPM അദ്ദേഹത്തെ വീണ്ടും സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്നില്ല. ആ ഒരു തെറ്റാണ് അങ്കമാലിയിലൂടെ CPM നേതൃത്വം ഇപ്പോൾ തിരുത്തിയിരിക്കുന്നത്. ഈ ഒരു തീരുമാനം തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ചങ്കിടിപ്പ് ഏറ്റുന്നത് തന്നെയാണ്.